നമസ്കാരം. ന്യൂസ് റൂം ലൈവ് ആരംഭിക്കുകയാണ്. നോക്കാം തലക്കെട്ടുകൾ. അയോധ്യയിൽ പ്രാൺ പ്രതിഷ്ഠ നാളെ. കനത്ത സുരക്ഷാ വലയത്തിൽ നഗരം. 55 രാജ്യങ്ങളിലെ പ്രതിനിധികൾ എത്തും. പ്രധാനമന്ത്രിയുടെ തമിഴ്നാട് സന്ദർശനം തുടരുന്നു. ഇന്ന് ധനുഷ്കോടി കോദണ്ഡ രാമസ്വാമി ക്ഷേത്ര ദർശനം. നാളെ അയോധ്യയിൽ. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര 8ാം ദിവസം. യാത്ര വീണ്ടും അസമിലേക്ക്. ജനുവരി 25 വരെ അസമിൽ തുടരും. പള്ളികളിൽ സിനഡ് സർക്കുലർ വായിക്കുന്നതിനെ ചൊല്ലി സിറോ മലബാർ സഭയിൽ തർക്കം. ഒരു വിഭാഗം വിശ്വാസികൾ ആവശ്യപ്പെട്ടെങ്കിലും പള്ളി വികാരി സർക്കുലർ വായിച്ചില്ല. എറണാകുളം കിഴക്കമ്പലം സെന്റ് ആന്റണീസ് പള്ളിയിലും മലയാറ്റൂർ പള്ളിയിലും പ്രതിഷേധം. മന്ത്രി ഗണേഷ് കുമാറിനെ പൊളിച്ചടുക്കി KSRTC വാർഷിക റിപ്പോർട്ട്. ഈ ബസ് ലാഭകരം. 9 മാസം 2.88 കോടി രൂപയുടെ ലാഭം. എറണാകുളം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥി സംഘട്ടനത്തിൽ തുടർ അറസ്റ്റുകൾ വൈകുന്നു. SFI പ്രവർത്തകനെ ആക്രമിച്ച കേസിൽ 17 പ്രതികളിൽ ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്തു. KSU ഫ്രറ്റേണിറ്റി പ്രവർത്തകരുടെ പരാതികളിൽ നടപടിയില്ല എന്നും ആരോപണം. ന്യൂസ് ലൈവിലേക്ക് വിശദമായി. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ വാദം തെറ്റെന്ന് KSRTCയുടെ വാർഷിക റിപ്പോർട്ട്. ഈ ബസ് ലാഭകരമാണ്. 9 മാസത്തെ ലാഭം അത് 2,88,00,000 രൂപയാണ്. ഈ ബസ് നഷ്ടമാണെന്നും ഡീസൽ ബസ്സാണ് ലാഭമെന്നും ആയിരുന്നു ഗതാഗത മന്ത്രിയുടെ വാദം. ഐശ്വര്യ അനിൽ ചേരുന്നു വിവരങ്ങളുമായി. ഐശ്വര്യ, ഇന്നലെ നേരിട്ട് ജനങ്ങളോട് നമ്മൾ സംവദിച്ചിരുന്നു. ജനങ്ങൾക്കും ഒരേ ഒരു അഭിപ്രായം മാത്രമായിരുന്നു. പക്ഷേ അപ്പോഴും അവിടെ പ്രതിബന്ധമായി നിന്നത് മന്ത്രിയുടെ വാദമായിരുന്നു, ഈ ബസ് ലാഭകരമല്ല എന്നുള്ളത്. എന്നാൽ KSRTCയുടെ ഈ റിപ്പോർട്ട് അത് മന്ത്രിയുടെ വാദത്തെ പൂർണ്ണമായും ഖണ്ഡിക്കുകയാണല്ലോ. തീർച്ചയായും എൽദോ, ഈ ബസ്സുകൾ മാറ്റി ഡീസലിലേക്ക് മാറണം. കാരണം ഈ ബസ്സുകൾ നഷ്ടം എന്നുള്ളതായിരുന്നു ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഒരു വാദം. അതിനു പിന്നാലെയാണ് വലിയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് ഈ ബസ് ലാഭകരം എന്നുള്ള റിപ്പോർട്ടാണ് KSRTCയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. KSRTCയുടെ വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 9 മാസത്തെ ലാഭം 2.88 കോടി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കിലോമീറ്ററിന് ശരാശരി 8 രൂപ 21 പൈസ ഈ ബസ്സുകൾക്ക് ലാഭമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ വ്യക്തമാക്കിയതുപോലെ പ്രതിദിനം 6.5 ലക്ഷം മുതൽ 7 ലക്ഷം വരെ വരുമാനം ഈ ബസ്സിലുണ്ട്. ഒപ്പം പ്രതിമാസം 38 ലക്ഷത്തോളം ലാഭമുണ്ട് എന്ന കണക്കും നമുക്ക് ലഭ്യമായിരുന്നു. അത് അനൌദ്യോഗികമാണെങ്കിൽ പോലും അത്തരത്തിലുള്ള കണക്കുകൾ പ്രകാരം ഈ ബസ് ലാഭത്തിൽ നിന്നുള്ള KSRTCയുടെ വിവരം ഇപ്പോൾ ഈ വാർഷിക റിപ്പോർട്ടിൽ കൂടി ഇക്കാര്യം വ്യക്തമാക്കുന്നു. എന്തായാലും KSRTCയോട് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം, ഇത് ലാഭകരമാണോ എന്ന തരത്തിൽ ഗണേഷ് കുമാർ ചോദിച്ചിരുന്നു. അതിന് മറുപടിയായി ഈ കൃത്യമായി ഈ റിപ്പോർട്ടുകൾ ചൊവ്വാഴ്ചയോടുകൂടി ഗതാഗത മന്ത്രിക്ക് കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഗതാഗത മന്ത്രിയുടെ വാദം ഇതോടുകൂടി പൊളിയുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാകുന്നത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കണക്കുകളൊന്നും പരിശോധിക്കാതെയാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഈ ബസ് ലാഭകരമല്ല എന്ന തരത്തിലൊരു പരാമർശം ഉണ്ടായെന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. എന്തായാലും ഒരുപക്ഷെ ഈ റിപ്പോർട്ടുകൾ കൂടി ലഭിച്ചാൽ മന്ത്രി പ്രസ്താവന തിരുത്തിയേക്കാം. കാരണം ഈ ബസ് ലാഭകരമാണെങ്കിൽ പിന്നെ എന്തിന് ഈ ബസ് കൂടുതലായി നിരത്തിലിറക്കേണ്ട അല്ലെങ്കിൽ ഡീസലിലേക്ക് മാറണം എന്നുള്ള ഒരു ചോദ്യം ഉയരും. സ്വാഭാവികമായും സാധാരണക്കാർക്ക്, എൽദോ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങി അവരോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഈ ബസ് തങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. അത് 10 രൂപ നിരക്ക് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇട റോഡുകളിൽ കൂടി സഞ്ചരിക്കുന്ന എല്ലാ റൂട്ടുകളിലുമുള്ള ബസ്സാണ് ഈ ബസ്. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഉപകാരപ്രദമാണെന്ന് ജനങ്ങൾ തന്നെ ന്യൂസ് 18നോടും വ്യക്തമാക്കിയിരുന്നു. എന്തായാലും മന്ത്രിയുടെ വാദം ഇതോടുകൂടി പൊളിയുകയാണ്. എൽദോ, ഐശ്വര്യ, ഈ മന്ത്രി ഇത്തരത്തിലൊരു വാദം ഉന്നയിക്കുന്നു, ജനങ്ങൾ തള്ളുന്നു, CPM തള്ളുന്നു, അവിടെ ജനപ്രതിനിധികൾ, തിരുവനന്തപുരം നഗരസഭ തള്ളുന്നു. ഇവരൊക്കെ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടു. ഇനി ഇതിനൊരു തിരുത്തലിലേക്ക് മന്ത്രി കടക്കുമോ? കാരണം KSRTC അത് ഈ ബസ് ലാഭകരമാണ് എങ്കിൽ പോലും KSRTC അത് ബാധിക്കുന്നു എന്നുള്ള വാദമായിരിക്കും ഒരു പക്ഷേ. ഇന്നലെ ATC യൂണിയൻ ഭാരവാഹിയും നമ്മോട് അത്തരത്തിലാണ് പ്രതികരിച്ചത്.
ഈ ബസ് ലാഭമായിക്കോട്ടെ, പക്ഷേ അവിടെ KSRTCക്ക് പൊതുവായി നഷ്ടമുണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു വാദത്തെ മറികടക്കുമോ സർക്കാർ, അല്ലെങ്കിൽ മന്ത്രിയുടെ ഈ നിലപാടിനെ മറികടക്കാൻ കഴിയുമോ? എൽദോ, ഇത് LDFന്റെ നയപരമായ തീരുമാനമാണ് എന്ന് CPM തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും കടുത്ത നിലപാടെടുക്കാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. ഈ റിപ്പോർട്ട് ഈ KSRTC ഇത്തരത്തിൽ ഈ ബസ് ലാഭകരമാണോ എന്ന് KSRTCയോട് ഗണേഷ് കുമാർ ചോദിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മന്ത്രിക്ക് ചൊവ്വാഴ്ച KSRTC കൈമാറും. അതിനുശേഷം ഗതാഗത മന്ത്രി മുഖ്യമന്ത്രിയെ കാണുമെന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള അനാവശ്യമായ വിവാദത്തിലേക്ക് പോയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നിലപാട് കടുപ്പിച്ചേക്കും. പ്രത്യേകിച്ച് ഇത് LDFന്റെ ഒരു നയപരമായ തീരുമാനമായതുകൊണ്ട് തന്നെ CPM സംസ്ഥാന സെക്രട്ടറി ആകട്ടെ, തിരുവനന്തപുരം നഗരസഭ മേയറാകട്ടെ, ഇവിടെ വട്ടിയൂർക്കാവ് MLA ആകട്ടെ, എല്ലാവരും കൃത്യമായി ഇതിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. എന്തായാലും മന്ത്രി ഇക്കാര്യത്തിൽ ഒരു തിരുത്തൽ വരുത്തേണ്ടി വരുമെന്ന് അങ്ങനെ തന്നെ വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. മന്ത്രിക്ക് ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ഇനിയും കഴിയുമോ എന്നുള്ളതാണ് പ്രധാനം. KSRTCയുടെ വാർഷിക റിപ്പോർട്ട് പ്രകാരം 2,88,00,000 രൂപയാണ് ഈ ബസിന്റെ ലാഭം. ആ ലാഭത്തെ ഇനി മറച്ചുവെക്കാൻ കഴിയില്ല. റിപ്പോർട്ട് പുറത്തു വന്നതാണ്. എന്താണെങ്കിലും അതിന്റെ വിശദാംശങ്ങളാണ് ഐശ്വര്യ അനിൽ നൽകിയത്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര 8ാം ദിവസത്തിലാണ്. അരുണാചൽ പ്രദേശിൽ നിന്ന് അസമിലേക്ക് യാത്ര തിരികെ പ്രവേശിച്ചു. രാജ്ഗഡ് മുതൽ റിപ്പോഹി വരെയാണ് ഇന്നത്തെ യാത്ര. 23-ന് ഗുവാഹത്തി യാത്ര നടത്താൻ അസം സർക്കാർ അനുവദിക്കുന്നില്ല എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ജനുവരി 25 വരെയാണ് അസമിൽ ന്യായയാത്ര പര്യടനം നടത്തുന്നത്. സിനഡ് സർക്കുലർ വായിക്കുന്നതിനെ ചൊല്ലി സിറോ മലബാർ സഭ പള്ളികളിൽ തർക്കം. ഒരു വിഭാഗം വിശ്വാസികൾ സർക്കുലർ വായിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും പള്ളി വികാരി വായിച്ചില്ല. എറണാകുളം കിഴക്കമ്പലം സെന്റ് ആന്റണീസ് പള്ളിയിലും മലയാറ്റൂർ പള്ളിയിലും പ്രതിഷേധമുണ്ടായി. ഡാനി ഇപ്പോൾ ചേരുന്ന വിവരങ്ങളുമായി. ഡാനി, പുതിയ മേജർ ആർച്ച് ബിഷപ്പ് വളരെ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ അപ്പോഴും പള്ളികളിൽ പ്രതിഷേധം തുടരുകയാണ്. സിനഡ് സർക്കുലർ വായിക്കുന്നതിനെ വിമത വിഭാഗം എതിർക്കുമ്പോൾ ഇത് പരിഹാരമില്ലാത്ത പ്രതിസന്ധിയെ തുടരുകയാണോ സഭയ്ക്ക്? എൽദോ, പരിഹാരമില്ലാത്ത പ്രതിസന്ധിയായി തന്നെയാണ് തുടരുന്നത്. അതേ ലക്ഷണങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. കാരണം പുതിയ മേജർ ആർച്ച് ബിഷപ്പ് വരുന്നു, തർക്കങ്ങൾക്കൊരു പരിഹാരമുണ്ടാകുന്നു എന്ന രീതിയിലാണ്, അതിൻ്റെ ഒരു ഫോർമുല എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണം പോലും അവതരിപ്പിക്കപ്പെടുന്നത്. പക്ഷേ നിലപാടുകളിൽ യാതൊരു വിട്ടുവീഴ്ചയും അദ്ദേഹത്തിന് ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഈ നിലപാട് തുടർന്നേ പറ്റൂ. കാരണം വത്തിക്കാന്റെ അടക്കം നിർദ്ദേശമുള്ളത് ഏകീകൃത കുർബാന നടപ്പാക്കൂ എന്നത് തന്നെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹം ഈ നിലപാടിൽ തന്നെ തുടരുകയും ഇത് സിനഡ് കുർബാനയെ അർപ്പിക്കേണ്ടത് ഈ ദിവസം മുതൽ വളരെ നിർബന്ധമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള സിനഡിന്റെ നിർദ്ദേശമടങ്ങിയ, വത്തിക്കാന്റെ നിർദ്ദേശമടങ്ങിയ കത്ത്, അതിൽ സിനഡിൽ പങ്കെടുത്ത മുഴുവൻ ബിഷപ്പുമാരുടെയും ഒപ്പോടുകൂടിയ ഒരു സർക്കുലർ ഇറങ്ങിയിരുന്നു. അത് ഈ ദിവസം പള്ളിയിൽ വായിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലാണ് ഈ രീതിയിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇത് നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ് എന്ന രീതിയിലുള്ള ഈ കൽപ്പന, ഈ സർക്കുലർ വായിക്കേണ്ടതാണെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇത് ഇന്ന് പല പള്ളികളിലും ഇത് വായിച്ചിട്ടില്ല. നമുക്കറിയാം, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വിഭാഗം വൈദികർ, വിശ്വാസികൾ, ഇവർക്ക് മഹാഭൂരിപക്ഷമുള്ള പള്ളികളാണ്, അവരുടെ നിലപാടുകൾക്ക് ഭൂരിപക്ഷമുള്ള പള്ളികളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും തന്നെ ഇത് വായിച്ചിട്ടില്ല. ഇതിൽ അറിയാവുന്നത് മഞ്ഞപ്രയിലെ മാർ ശ്രീവ പള്ളിയിൽ മാത്രമാണ് ഇതിൽ ആ പള്ളിയിലാണ് ഇന്ന് രാവിലെ 5:30-ക്കുള്ളൊരു കുർബാനയിൽ വായിച്ചു. അതിനുശേഷം മറ്റ് ചില പള്ളികളിൽ കൂടി വായിച്ചിട്ടുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം പള്ളികളിലും ഇത് വായിച്ചിട്ടില്ല. ഇന്നറിയുന്നത് പോലെ കിഴക്കമ്പലത്ത് സെന്റ് ആന്റണീസ് പള്ളിയിൽ കുർബാന മധ്യേ ഇത് സർക്കുലർ വായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സഭ ഔദ്യോഗിക നിലപാടിനെ അംഗീകരിക്കുന്ന ഒരു വിഭാഗം വിശ്വാസികൾ ആവശ്യമുന്നയിച്ചു. ഇതേ നിലപാട്
പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ പള്ളിയിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടങ്ങളിലെല്ലാം തന്നെയും അവരെ എതിർത്തുകൊണ്ട് വിശ്വാസികൾ ബഹുഭൂരിപക്ഷം വരുന്ന വിമത വിഭാഗം വിശ്വാസികൾ രംഗത്ത് വരികയും ചെയ്തു. ഇത് പള്ളിക്കകത്ത് തർക്കങ്ങൾ ഉണ്ടാകുന്നു. തുടർന്ന് പോലീസ് ഇടപെട്ടുകൊണ്ട് സർക്കുലർ വായിക്കണമെന്ന് ആവശ്യപ്പെട്ടവരെ പുറത്താക്കിയതിന് ശേഷമാണ് പിന്നീട് കുർബാന തുടരുകയും ചെയ്തത്. ഇതേ രീതിയിലുള്ള വിഷയങ്ങൾ പല പള്ളികളിലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്നുണ്ട്. വലിയൊരു വിഷയമായി ഇത് വരും ദിവസങ്ങളിൽ മാറാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. കുർബാന ഏകീകരണം എന്ന കാര്യം സിറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വലിയ തർക്കമായി മാറുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എൽദോ ഡാനി, ഓക്കെ, പ്രശ്നങ്ങൾ തുടരുന്നു, പ്രതിഷേധം തുടരുന്നു. അപ്പോൾ ഈ മേജർ ആർച്ച് ബിഷപ്പിന് ഇനി എന്തായിരിക്കും എടുക്കാൻ കഴിയുന്ന നടപടി? പ്രത്യേകിച്ചും പള്ളികളിൽ പ്രതിഷേധം തുടരുമ്പോൾ ഇപ്പോൾ സർക്കുലർ വായിക്കുക എന്നതുപോലും നടക്കാത്ത കാര്യമായി മാറുന്ന പശ്ചാത്തലത്തിൽ എന്ത് നടപടിയിലേക്ക്, എന്ത് ചുവടുവയ്പ്പിലേക്ക് നീങ്ങാൻ കഴിയും മേജർ ആർച്ച് ബിഷപ്പിന് ഇനി? എൽദോ, ഈ ചർച്ചയുടെ ഘട്ടങ്ങൾ പല ഘട്ടങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇതിൽ അഡ്മിനിസ്ട്രേറ്റർക്കടക്കം അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്റർ പലവട്ടം നിയമിക്കുകയും നിയോഗിക്കുകയും ഇത് തമ്മിൽ ചർച്ചകൾ നടത്തുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞു. പക്ഷേ ഇതിൽ യാതൊരു രീതിയിലൊരു തീരുമാനങ്ങളും ഉണ്ടാകുന്നില്ല. പലരും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ കർശനമായ നടപടികളിലേക്കടക്കം കടക്കണമെന്നൊരു നിർദ്ദേശം സഭയുടെ പൊതുതലങ്ങളിൽ തന്നെ ഉയരുന്നുണ്ട്. ഔദ്യോഗികമായിട്ട് തന്നെ അത് ആവശ്യപ്പെടുന്നുണ്ട്. വൈദികർക്കെതിരെ ഇത് ചൊല്ലുവാൻ സഭയുടെ നിർദ്ദേശം, സിനഡിന്റെ നിർദ്ദേശം, വത്തിക്കാൻ്റെതടക്കം മാർപ്പാപ്പയുടേതടക്കമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറാകാത്തവർക്കെതിരെ നടപടികളാണ് ഇനി വേണ്ടത് എന്നൊരു നിലപാട് പൊതുവിൽ തന്നെ ഉയരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈദികർക്കെതിരെ അടക്കം ഈ കുർബാന ചൊല്ലാൻ വിസമ്മതിക്കുന്നവർക്കെതിരെ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കണം എന്ന ആവശ്യം ഉയരുന്നുണ്ട്. അതിന് സഭാ നേതൃത്വം മുതിരുമോ എന്നതാണ് ഇനിയുള്ള വലിയ ചോദ്യമായിട്ട് അവശേഷിക്കുന്നത്. കാരണം അത് സഭയ്ക്കകത്ത് വലിയ രീതിയിലുള്ളൊരു കലാപ സാധ്യതകൾ തന്നെ ആലങ്കാരികമായി പറഞ്ഞാൽ ഉയരാനുള്ള ഒരു സാധ്യതയാണ് അത് തുറന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് അത്തരമൊരു രീതിയിലേക്ക് പോകേണ്ടി വരുമോ എന്നത് തന്നെയാണ് പലരും ഉന്നയിക്കുന്നൊരു ചോദ്യം. അതിനു മുൻപ് ഈ സമവായത്തിനുള്ള സാധ്യതകൾ അടഞ്ഞിട്ടില്ല എന്ന് നേരത്തെ മേജർ ആർച്ച് ബിഷപ്പ് തന്നെ സ്ഥാനമേറ്റ ചടങ്ങിൽ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ പിന്നീട് ഇത് സംബന്ധിയായ ഒരു ചർച്ചകളില്ലാതെ ഈ ഒരു തീരുമാനമെന്ന രീതിയിലേക്ക് വരികയായിരുന്നു എന്നാണ് വിമത വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. ചർച്ചയുടെ തലങ്ങൾ അടഞ്ഞിട്ടില്ല എങ്കിൽ ഒരു അവസാനവട്ട ശ്രമം കൂടി നടത്തും. പക്ഷേ അതിനുശേഷം നടപടികളിലേക്കടക്കം കടക്കണം എന്ന വാദത്തിന് ബലം പകരുകയാവും പിന്നീട് ഉണ്ടാകുക. അത് സഭയിൽ വലിയ പൊട്ടിത്തെറി തന്നെ സൃഷ്ടിക്കാനുള്ള സാധ്യതകളാണ് വളരെ സജീവമായിട്ട് ഉള്ളത്. എൽദോ, അത് കൃത്യമായിട്ടും ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെ ഇതിനെ മറികടക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. വിശദാംശങ്ങളാണ് ഡാനി ഇപ്പോൾ നൽകിയത്. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. പ്രതീതിയിലായിരുന്നു അയോധ്യയിൽ പ്രാൺ പ്രതിഷ്ഠ നാളെ. പ്രാൺ പ്രതിഷ്ഠ കവറേജ് പവേഡ് ബൈ സ്റ്റെർലൈറ്റ്. fall in love with your home. പ്രാൺ പ്രതിഷ്ഠ ചടങ്ങിനൊരുങ്ങി അയോധ്യ. നാളെ പകൽ 12:15 12:45 ഇടയിലാണ് പ്രതിഷ്ഠാ ചടങ്ങ്. പ്രാൺ പ്രതിഷ്ഠ കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ വലയത്തിലാണ് അയോധ്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാവിലെയായിരിക്കും അയോധ്യയിലെത്തുന്നത്. പ്രാൺ പ്രതിഷ്ഠയ്ക്ക് ശേഷം ദർശനം നടത്താമെന്ന കണക്കുകൂട്ടലിൽ ആയിരങ്ങൾ നഗരത്തിലേക്ക് എത്തുന്നുണ്ട്. രഞ്ജിത്ത് രാമേന്ദ്രന്റെ റിപ്പോർട്ടിലേക്ക്. പ്രാൺ പ്രതിഷ്ഠയ്ക്ക് ഒരേ ഒരു ദിവസം, ഇന്നൊരു ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ അയോധ്യ അതിന്റെ പൂർണ്ണ ഒരുക്കങ്ങളിലും സന്നാഹങ്ങളിലുമാണ്. നമ്മൾ ഈ തൊട്ടുപുറകിൽ കാണുന്ന ക്ഷേത്രത്തിൽ ഇപ്പോഴും പൂജാ ചടങ്ങുകൾ പുരോഗമിക്കുന്നുണ്ട്. ശ്രീരാമന്റെ വിഗ്രഹം കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് അവിടെ സ്ഥാപിച്ചിരുന്നു. അന്ന് മുതലുള്ള പൂജാ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ശ്രീകോവിലിൽ നിരവധി താന്ത്രിക വിധി പ്രകാരമുള്ള പൂജ പുരോഗമിക്കുന്നു. നാളെ മാത്രമേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലേക്ക് എത്തൂ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരവും ഉണ്ട്. നാളെ 10:50 ഫ്ലൈറ്റിലാണ് അദ്ദേഹം ഇവിടെ എത്തുക. പ്രത്യേകിച്ച് ഓർഡർ ചെയ്ത വിമാനമാണ്. അതിനുശേഷം അദ്ദേഹം ഈ രാംപത്തിലേക്ക് എത്തും എന്നുള്ള വിവരങ്ങളുമാണ് പുറത്തു വരുന്നത്. അയോധ്യയിൽ ആഘോഷങ്ങൾക്ക് ഒട്ടും കുറവില്ല. വലിയ ആഘോഷ പരിപാടികളിലാണ് അയോധ്യ. ആഘോഷങ്ങൾക്ക് ഒട്ടും കുറവില്ലാത്ത രീതിയാണ്. കാരണം രാംപത്തിലും ലതാ ചൗക്കിലും മറ്റും നിരവധി ഭക്തജനങ്ങൾ തമ്പടിച്ചു നിൽക്കുന്നുണ്ട്. അവർ ആഘോഷ പരിപാടികൾ നടത്തുന്നു. ഒപ്പം ഈ രാമക്ഷേത്രത്തിൽ പ്രവേശനമില്ല എങ്കിൽ പോലും ഇതിന് മുന്നിൽ ആളുകൾ രാവിലെ മുതൽ എത്തുന്നുണ്ട്. വലിയ കനത്ത കാറ്റും ശീതക്കാറ്റും മഞ്ഞും
ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിനെയൊക്കെ അവഗണിച്ചാണ് രാമഭക്തരായ നിരവധി ആളുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. നമുക്കറിയാം, 23-ന് മാത്രമാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാവുക. ഇന്നലെ 20, 21, 22 തീയതികളിൽ പ്രവേശനം പൊതുജനങ്ങൾക്കില്ല. ഇന്നു മുതൽ ചാർട്ടേഡ് വിമാനങ്ങളിൽ അതിഥികൾ പലരും ഇപ്പോൾ ലക്നൌവിൽ എത്തിയിട്ടുണ്ട്. ലക്നൌവിൽ താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പലർക്കും. ചാർട്ടേഡ് വിമാനങ്ങളിൽ VVIPകളായുള്ള അതിഥികൾ ഇങ്ങോട്ടേക്ക് എത്തും. കേരളത്തിൽ നിന്നുള്ള സംഘം ഇന്നലെ ഇവിടെ എത്തിയിരുന്നു. 24 അംഗ സ്വാമിമാരുടെ മറ്റാളുകൾ ഇന്ന് എത്തുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ പ്രൗഢഗംഭീരമായ വലിയ ഒരു ചടങ്ങിലുള്ള രീതിയിലാണ്, രാമപട്ടാഭിഷേകത്തിലുള്ള ഒരുക്കത്തിലാണ് അയോധ്യ സർവാഭരണ വിഭൂഷിതയാണ്. പുഷ്പാലങ്കാരങ്ങൾ കൊണ്ട് നമുക്ക് ക്ഷേത്രത്തിൽ കാണാം, ഗംഭീരമായ പുഷ്പാലങ്കാരങ്ങൾ കൊണ്ട്, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച നിലയിൽ കൂടിയാണ് അയോധ്യ. അങ്ങനെ എല്ലാ തരത്തിലും അയോധ്യയിൽ ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. നമുക്ക് ഓരോ നിമിഷവും പ്രേക്ഷകരിലേക്ക് വിവരങ്ങൾ എത്തിക്കാം. ഞാനും പ്രശാന്ത മംഗലശ്ശേരിയും അയോധ്യയിൽ തുടരും. രാമപട്ടാഭിഷേകത്തിന് ഒരുങ്ങുകയാണ് അയോധ്യ. സർവാഭരണ വിഭൂഷിതമായി സർവം തികഞ്ഞാണ് നഗരത്തിലെ ഓരോ വീഥികളും. 55 രാജ്യങ്ങളിൽ നിന്നുള്ള VVIPകളെ സ്വീകരിച്ച് ആനയിക്കുകയാണ് നഗരം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കൃതമായ ക്ഷേത്രവും വീഥികളും, സ്വർണ്ണഗോപുരം പോലെ തിളയ്ക്കുന്ന അലങ്കാര വിളക്കുകൾ, എങ്ങും ഉത്സവാന്തരീക്ഷം, ഭജനുകളും രാമസ്തുതികളും പാടുന്ന ഭക്തർ. ക്ഷേത്രങ്ങളിൽ പ്രഭാഷണ പരമ്പരകളും അന്നദാനവും. അയോധ്യ അക്ഷരാർത്ഥത്തിൽ രാമപട്ടാഭിഷേകത്തിനുള്ള കളമൊരുക്കലിലാണ്. बहुत अच्छा लग रहा है, राममय हो रही है नेपाल और भारत की संबंध बहुत अच्छा लग रही है ना। अभी ऐसा प्रगाढ़ रिलेशन है हमारी नेपाल और भारत की रिलेशन, और अच्छा हो जाए। सदियों से हमारा ये रोटी बेटी का रिलेशन है ना। सामाजिक धार्मिक रिलेशन सब एक ही है, हमारी कल्चर एक ही है, और एक हो जाए। जय श्री राम, जय श्री राम। जोगी मोदी दोनों भैया जो अयोध्या के लाल कैले हो, इतना बढ़िया खिलैले भगवा धूजा, सारे देश में तिरंगा फहरैले ना। जय श्री राम, जय हनुमान जी महाराज। जय श्री राम। हम लोग आ रहे नदिया से, मायापुर से आ रहे। हम लोग मायापुर से महाराज आए, हम लोग आए। जो 500 बच्चों जो हम लोग अपेक्षा किया श्री रामचंद्र का मंदिर के देखने के लिए, वो आए। हमको बहुत खुशी हो रहा है। जो सारा देश का जो सनातन हिंदू भाई लोग है, सब एक बार आइए जो मंदिर है उसको दर्शन करने के लिए। जय सिया राम। आपको पता है कि लोगों की मति बदल गई है और लोगों को जाने कैसा लग रहा है। सारे लोग डांस करना चाहते हैं। हाँ, वो तो रोक है, नहीं तो नाचने लगते पूरे चौराहे। एक बार हो जाए प्रभु के शरण में, एकदम प्रभु शरण में हो जाए एक बार। सूरत पे मोहन दिल दीवाना हो गया, साबुरी सूरत पे मोहन दिल दीवाना हो गया। अरे दिल दीवाना हो गया, मेरा दिल दीवाना हो गया। വരുന്ന എല്ലാ VVIP അതിഥികൾക്കും ലൈസൺ ഓഫീസർമാർ ഉണ്ടാകും. 55 രാജ്യങ്ങളിൽ നിന്നും 100ഓളം പേരെയാണ് ക്ഷണിച്ചിട്ടുള്ളത്. സുരക്ഷാ ചുമതല SPG ഏറ്റെടുത്തു കഴിഞ്ഞു. കൂടാതെ റെഡ് സോണിലും യെല്ലോ സോണിലും SSFന്റെ 1400 പേരടങ്ങുന്ന സംഘവും. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ, അയോധ്യ. അയോധ്യ നഗരത്തിന്റെ നിർമ്മാണ ജോലികളിൽ പലതും സേവനമായി കണ്ട് ഏറ്റെടുത്തിരിക്കുന്നവർ നിരവധിയാണ്. രാമജന്മഭൂമിയിലെ കർമ്മങ്ങൾ സൗഭാഗ്യമായി കാണുന്നവർ, ക്ലീനിംഗ് ജോലിയും അത്തരത്തിൽ ചെയ്യുന്നവരുണ്ട്. അതിൽ ഒരു കാഴ്ചയിലേക്കാണ്.
ഈ അയോധ്യയിലെത്തുന്നത് മുതൽ ഇവിടുത്തെ പല പ്രവർത്തികളും സേവന പ്രവർത്തനങ്ങളായാണ് പല ആളുകളും കാണുന്നത്. അതിന് ഇപ്പോൾ ഭാഷയോ അത്തരത്തിലുള്ള ചെറിയതോ വലുതോ വ്യത്യാസമില്ല. പല സ്ഥാപനങ്ങൾ, പല ജീവനക്കാരൊക്കെ ഇവിടെ എത്തി വൃത്തിയാക്കലടക്കമുള്ള പല സേവനങ്ങൾ. ഇപ്പോൾ ആക്സിസ് ബാങ്കിന്റെ ജീവനക്കാരാണ് ഇവിടെ ഈ സരയൂ നദിയുടെ തീരം ക്ലീൻ ചെയ്യുന്നത്. ഇങ്ങനെ പല മേഖലകളിലും വിവിധ തലങ്ങളിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായി കാണാം. നമുക്ക് ആക്സിസ് ബാങ്കിന്റെ മേധാവി അദ്ദേഹം ശ്രീകേഷ് പൈ, അദ്ദേഹം മലയാളിയാണ്, നമ്മോടൊപ്പം ഉണ്ട്. സാർ, എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഞങ്ങളിവിടെ യു പിയിൽ പ്രത്യേകിച്ച് നമ്മുടെ പല സ്ഥലത്തു നിന്നുള്ള വോളണ്ടിയേഴ്സായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. അവർ വന്നിട്ട് ഇവിടെ ക്ലീൻനെസ് ഡ്രൈവ് നടത്തുകയാണ്, ഇവിടെ നഗർ നിഗമവുമായിട്ട് ചേർന്നിട്ട്. അപ്പോൾ ഇപ്പോൾ മേയറാണ് ഉദ്ഘാടനം ചെയ്തത്. ഒരു 100ഓളം പേര് ആക്സിസ് ബാങ്കിലെ വിവിധ ശാഖകളിലുള്ള ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ മൊബൈൽ ATM കൂടെ ഇന്ന് ഉദ്ഘാടനമുണ്ട്. 2 കാര്യങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ പോകുന്നുണ്ടല്ലേ? ഈ ഘാട്ടുകളിൽ മൊത്തം നമ്മൾ ഇന്ന് ക്ലീൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, രാവിലെ ഉച്ചയ്ക്കായിട്ട്. ഈ അയോധ്യ മിക്കവാറും എല്ലാവരും സേവന പ്രവർത്തനമായിട്ടാണ് പല കാര്യങ്ങളും കാണുന്നത്, വൃത്തിയാക്കലടക്കമുള്ള കാര്യങ്ങൾ. ഈ വൃത്തിയായിട്ട് കിടക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളും ആസ് എ റെസ്പോൺസിബിൾ കോർപ്പറേറ്റ് സിറ്റിസൺ നമ്മളും ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇത് എല്ലാവരും വന്നു ഇവിടേക്ക്. അപ്പോൾ എല്ലാവരും വോളണ്ടറിലി ഇവിടെ വരാൻ താല്പര്യപ്പെട്ടു. അങ്ങനെ വലിയ സഹകരണമുണ്ട്, വളരെ വലിയ സഹകരണമുണ്ട്. അവരെല്ലാവരും ഇങ്ങനെ ഒത്തുചേരാൻ തീരുമാനിച്ചു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നിരവധി ഏതാണ്ട് 100ഓളം ആളുകളാണ് ഈ സേവന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത്. അയോധ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ചെന്നാൽ ഈ പ്രവർത്തനങ്ങൾ പലരും ഒരു സേവനം. ഇപ്പോൾ ക്ഷേത്രത്തിന്റെ മുന്നിൽ പോലും വൃത്തിയാക്കൽ പരിപാടികൾ, ക്ലീൻനെസ് പരിപാടികളൊക്കെ ഒരു സേവന പ്രവർത്തനമായി കാണുന്ന വിവിധ സംഘടനകളെ, വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെയൊക്കെ കാണാം. ഇനിയും വരും ദിവസങ്ങളിലും ഇങ്ങനെ തന്നെ ആയിരിക്കും ഇവിടുത്തെ സാഹചര്യം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മനോഹരമായ ഈ സരയൂ നദിയുടെ തീരത്താണ്, കരയിലാണ്. അവിടെയാണ് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമേന്ദ്രൻ, അയോധ്യ. ഭൂകമ്പത്തെ അതിജീവിക്കുന്ന നിർമ്മാണമാണ് അയോധ്യ ക്ഷേത്രത്തിന് അവലംബിച്ചിരിക്കുന്നത്. ആയുസ് പറയുന്നത് 2500 വർഷം. 70 ഏക്കറിൽ ഗ്രീൻ പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് അയോധ്യ ക്ഷേത്ര നിർമ്മാണം. 70 ഏക്കറിൽ 2.5 ഏക്കർ സ്ഥലത്താണ് ക്ഷേത്രം. 380 അടി നീളത്തിലും 250 അടി വീതിയിലും 161 അടി ഉയരത്തിലുമാണ് നിർമ്മാണം. ഇന്ത്യൻ നാഗരിക ശൈലിയിലാണ് നിർമ്മാണം. 3 നിലകൾ, 392 തൂണുകൾ, 44 വാതിലുകൾ, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, സ്വന്തമായി പവർ സ്റ്റേഷൻ, ഫയർ സർവീസ്, 200 മിന്നൽ രക്ഷാചാലകങ്ങൾ, മ്യൂസിയം, തീർത്ഥാടകർക്കായി ആശുപത്രി, അങ്ങനെ ഒട്ടേറെ സൗകര്യങ്ങളുണ്ട്. വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് നേപ്പാളിൽ നിന്നും 60 മില്യൺ വർഷം പഴക്കമുള്ള ശിലകൾ കൊണ്ട്. ക്ഷേത്രമണിക്ക് 2100 കിലോഗ്രാമാണ് ഭാരം. ശബ്ദം 15 കിലോമീറ്റർ അകലെ വരെ കേൾക്കാം. കൂടാതെ 2000 അടി താഴെയായി ക്ഷേത്ര ചരിത്രം എഴുതിയ ചെമ്പ് തകിടും കുഴിച്ചിട്ടുണ്ട്. എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ചരിത്രം മനസ്സിലാക്കും വിധം. അയോധ്യ ഡെസ്ക്, ന്യൂസ് 18. തമിഴ്നാട്ടിൽ ക്ഷേത്ര ദർശനം തുടർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ധനുഷ്കോടിയിലെ കോദണ്ഡരാമർ ക്ഷേത്രത്തിൽ മോദി ദർശനം നടത്തും. രാമസേതു നിർമ്മിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന അരിച്ചാൽമുന മോദി സന്ദർശിക്കും. ഇന്നലെ തിരുച്ചിറപ്പള്ളി ശ്രീരംഗ ക്ഷേത്രത്തിലും രാമേശ്വരം രാമനാഥ സ്വാമി ക്ഷേത്രത്തിലും നരേന്ദ്രമോദി ദർശനം നടത്തിയിരുന്നു. Pran Pratishtha coverage powered by Sterlite. Fall in love with your home. മറ്റു വാർത്തകളിലേക്ക്. എറണാകുളം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥി സംഘടനത്തിൽ തുടർ അറസ്റ്റുകൾ വൈകുകയാണ്. SFI യൂണിറ്റ് സെക്രട്ടറിയെ ആക്രമിച്ച കേസിൽ മാത്രമാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. SFI പ്രവർത്തകനെ ആക്രമിച്ച കേസിൽ 17 പ്രതികളുണ്ടെങ്കിലും ഒരാളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. തങ്ങളെ SFI പ്രവർത്തകർ മർദ്ദിച്ചുവെന്ന KSU പ്രവർത്തകരുടെയും ഫ്രട്ടേണിറ്റി പ്രവർത്തകരുടെയും പരാതിയിൽ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. പോലീസ് അക്രമികളായ SFI പ്രവർത്തകരെ സംരക്ഷിക്കുകയാണെന്ന് KSUവും ഫ്രട്ടേണിറ്റിയും ആരോപിച്ചു. അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ട കോളേജ് തുറക്കുന്നതിനായി നാളെ അധ്യാപക രക്ഷകർതൃ സംഘടന യോഗം ചേരും. ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഈ
പരിപാടി നിങ്ങൾ